ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട്. സെയിൽ വീഡിയോ എല്ലായ്പ്പോഴും ചെയ്യാറുണ്ട്, പിന്നെ ആടുകളെക്കുറിച്ചുള്ള വീഡിയോ മറ്റുള്ള ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആടുകളുടെ ചുമ എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 കുട്ടികളെ വാങ്ങിച്ചവർക്കും നല്ലപോലെ ചുമയുണ്ടായിരുന്നു. അപ്പോൾ അത് മാറാനായിട്ട് ചെയ്ത ടിപ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ മരുന്നുണ്ട് കേട്ടോ, ബോട്ടിലിൽ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ. അത് കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ചുമ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റിയത്. പിന്നെ മാറാത്ത ചുമയുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ നിങ്ങളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നെഫ്ലാസ് കിച്ചൺ ആൻഡ് ഫാമിംഗ് എന്നുള്ള നമ്മുടെ ചാനലായിരുന്നു, പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയതാണ്, NS ടിപ്സ് എന്നുള്ള ഈ ചാനൽ. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ചുമയുള്ള ആടുകൾക്ക് തണുത്ത വെള്ളം കൊടുക്കാതിരിക്കുക. ഇളം ചൂടോടുകൂടി, എന്ത് വെള്ളമാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇളം ചൂടോടുകൂടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ചുമ കൂടുകയില്ല. പിന്നെ തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാകുന്ന സമയത്ത് അത് കുറയുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് അടിക്കാതെ ശ്രദ്ധിക്കുക. തണുപ്പ് അടിക്കുന്ന ആ ഒരു രാവിലത്തെ മഞ്ഞ് തണുപ്പ്, അതുപോലെ കാറ്റടിക്കുന്ന നല്ല സമയം, മഴയുള്ള സമയം, അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് ആടുകൾക്ക് ചുമ വരുന്നതെങ്കിൽ നിങ്ങൾ കൂടിന് ചുറ്റും ഒന്ന് മറച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചുമ കൂടുകയുള്ളൂ. പിന്നെ അവർക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരും. നമ്മളെ പോലെ തന്നെയാണ് അവർക്കും അസുഖങ്ങൾ വന്നാൽ അത് കഫക്കെട്ടാവും, മൂക്കൊലിപ്പാവും. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഞാൻ വാങ്ങിച്ചപ്പോൾ, ഇത് നമ്മുടെ ആടുകളല്ല കേട്ടോ, വാങ്ങിച്ചപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്, നമ്മുടെ വാങ്ങിച്ച ആടുകളുടെ വീഡിയോ ഇതിന് ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് 2 പേർക്കും മൂക്കൊലിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തുമ്മുന്ന സമയത്ത് നല്ലപോലെ മൂക്കിൽ നിന്ന് വെള്ളം അങ്ങനെ ചാടിപ്പോകട്ടെ. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ ചുമ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്ന് കുറേ സമയം ചുമച്ചും കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്നും അത് 2-3 ദിവസം ശ്രദ്ധിച്ചില്ല. പിന്നെ ചുമ കൂടിക്കഴിഞ്ഞാൽ ന്യൂമോണിയ വരും, പനി വരും, കഫക്കെട്ട് നല്ലപോലെ കൂടും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ, ഞാനൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടതാണ്. ആ ഒരു കമൻറ്റിലുള്ള മരുന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ആടുകളുടെ ചുമക്ക് നല്ല റിസൾട്ട് ഇട്ടൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചോട്ടോ. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള ആദ്യമുള്ള ആടുകൾക്കൊന്നും ചുമയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. നല്ല പ്രതിരോധ ശക്തിയുള്ള ആടുകൾ ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ അവരൊക്കെ പുറത്ത് കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കാതെ അവരുടെ വീട്ടിലുള്ള മുട്ടനാടുകളെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഇൻബ്രീഡിങ് ആയ കുട്ടികളാണെന്ന് തോന്നുന്നു. അത് ഒരെണ്ണം കേട്ടോ. ഒരെണ്ണത്തിൻ്റെ ചുമ നമ്മൾ 2-3 ദിവസം മരുന്ന് കൊടുത്തപ്പോഴേ മാറി. ഒരെണ്ണത്തിൻ്റെ ചുമ ബോട്ടിൽ മുഴുവനായിട്ട് കൊടുത്തിട്ടും മാറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ആരോഗ്യക്കുറവുള്ള ആടായതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നല്ല സ്വഭാവമാണ്, അവളെ ഞാൻ കൊടുത്തു. ഇപ്പം നമ്മുടെ വീട്ടിൽ അവളില്ല, പൊന്നുമാണ് കേട്ടോ. പൊന്നുവിനെ ഞാൻ കൊടുത്തു, വേറെ ഒന്നും കൊണ്ടല്ല, ആരോഗ്യക്കുറവുള്ള കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് മിക്കപ്പോഴും ദഹനക്കേട് വരിക, അതുപോലെ വയറിളക്കം വരിക, എപ്പോഴും ലൂസ് മോഷനാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും, പിന്നെ ഒരു തവണ ടാബ്ലറ്റ് കൊടുത്താലൊന്നും അത് മാറുന്നേ ഇല്ല കേട്ടോ. 1-2 തവണ നമ്മുടെ വെറ്റിനറിയിൽ പോയിട്ട് മരുന്ന് കൊടുത്തിട്ട് അങ്ങനെ 1-2 തവണ മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും 4 ദിവസം 5 ദിവസം ആവും. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവളെ കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിക്കുകയാണ് വെച്ചെങ്കിൽ ഒരുപാട് പൈസയൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഒരുപാടുണ്ട് ഇതിൽ, നമുക്ക് കുറേ ദിവസം ഇത് കൊടുക്കാം. ഇപ്പോൾ 2 ആടൊക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ 3 ആടുകൾക്കൊക്കെ ഇത് മതി, ധാരാളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാമല്ലോ, ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ശരിക്കും കാണിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. നെറ്റ്കോഫ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നല്ലപോലെ ചുമയുള്ള ആടുകൾക്ക് നമ്മൾ, വലിയ ആടുകളാണെങ്കിൽ 5 ml ഒക്കെ കൊടുക്കാം കേട്ടോ. 2 നേരം 5 ml കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ മാളുവിൻ്റെത് ഒരു 3-4 ദിവസം കൊടുത്തപ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറി. അവൾക്ക് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു പൊന്നുവിനെ നിങ്ങൾക്ക് വീഡിയോയിൽ ഇവളാണ് പൊന്നു എന്ന് വെച്ചാൽ ഒരു ഇൻബ്രീഡിങ് ആയതുകൊണ്ട് എന്താണെന്നറിയില്ല, എന്തോ ഒരു ആരോഗ്യക്കുറവുണ്ട് ഇവൾക്ക്. ഇവളെ ഞാനിപ്പോൾ കൊടുത്തുവിട്ടു, ഇത് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ്. എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചികിത്സിച്ച് മാറ്റണമെങ്കിൽ ഒരാഴ്ച ആയിട്ടൊന്നും ലാസ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ലൂസ് മോഷനായിട്ട് മാറുന്നേ ഇല്ല. പിന്നെ ചുമ നല്ലപോലെ കുറഞ്ഞു കേട്ടോ. ചുമ കുറഞ്ഞു എന്നല്ലാതെ പൂർണ്ണമായിട്ട് ഇവളുടെ മാറിയില്ല. അത് ആ ആരോഗ്യക്കുറവ് പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇവളുടെ ചുമ പൂർണ്ണമായിട്ട് മാറാതിരുന്ന്. എന്നാലും ഒരുവിധം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്ന് നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാം. പിന്നെ ചെറിയ ഒരു 3 മാസം ആ ഒരു രീതിക്കുള്ള ആട്ടിൻ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 2 ml അത്രയൊക്കെ കൊടുത്താൽ മതി കേട്ടോ, 2 നേരം. അപ്പോൾ നിങ്ങൾ വലുപ്പത്തിനനുസരിച്ചിട്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല റിസൾട്ട് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2-3 ദിവസം കൊടുത്തപ്പോഴേക്കും ആളുവിൻ്റെ ചുമ പൂർണ്ണമായിട്ടും മാറി.
പിന്നെ ഇവൾക്ക് ആ ഒരു ആരോഗ്യക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് കുറച്ച് കൂടുതൽ സമയം എടുത്തത്. ആ ബോട്ടിൽ ഫുള്ളായിട്ടും കൊടുത്തു തീർന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരോഗ്യക്കുറവുള്ള കുഞ്ഞിനെ ഞാൻ എന്താ വാങ്ങിച്ചതെന്ന്. അവരെ വീട്ടിലെ ആടെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയാടുകൾ കേട്ടോ, സുന്ദരിയേക്കാളും നല്ലോണം ആയോ നീട്ടവും വലിപ്പമുള്ള ആടുകളാണ്. അപ്പോൾ ഞാനത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. അന്നേരം ഞാൻ ഇൻബ്രീഡിങ് ആയതാണെന്ന് എനിക്കങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഇതിനിങ്ങനെ അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അവരെ കൂട്ടിൽ എപ്പോഴും അവിടെ ഉണ്ടായൊരു മുട്ടനെ തന്നെ അവർ നിർത്തും. എന്നിട്ട് ആടുകൾക്ക് ചെന പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊടുക്കും. പിന്നെ അതിന് ശേഷം ചെറുതൊന്ന് വലുതായി വരുന്നുണ്ടാവും. ഇവർ പ്രസവിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അത് വലുതായിട്ട് അതെന്നെ ക്രോസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. പിന്നെ ഇതിനിങ്ങനെ എപ്പോഴും അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും, ചിലപ്പോൾ കുറച്ച് ദിവസം പുറത്ത് പോകേണ്ട അങ്ങനെയൊക്കെ കാര്യങ്ങളാകുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ പാവം എന്ന് പറഞ്ഞാൽ അത്രയും പാവപ്പെട്ട സ്വഭാവമാണ് കേട്ടോ. നമ്മളെ ഇടിക്കുകയോ ഓടുകയോ ഒന്നുമില്ല, അത്രയും നല്ല സ്വഭാവമാണ് ഇവൾ. മറ്റു മാളു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മതിലിലും തിട്ടിലെല്ലാം കയറിയിട്ട് കയറിനെ വലിച്ചങ്ങ് ഓടിക്കൊണ്ടാണ് കേട്ടോ. ഇവളങ്ങനെയല്ല, നല്ല സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവളെ കൊടുത്തു. പിന്നെ ഇവൾക്ക് ചെന പിടിച്ചിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. അകിടൊക്കെ കണ്ടപ്പോൾ അകിടിൽ ചെറുതായിട്ട് നീരും കാര്യങ്ങളും ചെറുതായിട്ട് ഇറക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന പിടിച്ചിട്ടുണ്ടെന്ന്, കൂട്ടിൽ മുട്ടനാടുണ്ടല്ലോ, അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഹോർമോണിൻ്റെ എന്തോ ചേഞ്ച് കാരണമാണ് അതുണ്ടായിട്ടുള്ളത്. അപ്പോൾ കടിഞ്ഞൂൽ ആടുകൾക്ക് നിങ്ങൾ അകിട് മാത്രം നോക്കിയിട്ട് ചെനയുണ്ടെന്ന് വിശ്വസിക്കരുത്. അപ്പോൾ 2 തവണ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇവൾ മതി കാണിക്കുകയും ചെയ്തു. ഒരു തവണ ഞാൻ ഇടയിൽ ചിലപ്പോൾ ഗർഭിണി ആടുകൾ കാണിക്കാറുണ്ട്, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ മതി കാണിക്കുന്നുണ്ടായിരുന്നു. ക്രോസ് ചെയ്യിക്കാനാണെങ്കിൽ നമ്മുടെ ഇവിടെ മുട്ടനാടുകളും ഇല്ല. പിന്നെ ഈ അസുഖങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അപ്പം അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മുടെ മാളുവിനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ മുട്ടനാടൊന്നും അല്ല കേട്ടോ. അവൾ അത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ക്രോസ് ഉണ്ടോ അതോ മലബാറിയോ അത്രയേ ഉള്ളൂ. അത്ര പോകുന്നൊരു മുട്ടനാടുമായിട്ടാണ് ക്രോസ് ചെയ്തതെന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ ഇവിടെ ഇല്ല മുട്ടനാടുകൾ, ഒരുപാട് ദൂരം അങ്ങ് പോകണം കേട്ടോ. പിന്നെ ഞാൻ പുതിയൊരാളെ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവളെ ഈ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അവളെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അത് ചെറിയൊരു ക്രോസാണ്, അമ്മയാടാണ് കേട്ടോ. ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, 2 പ്രസവം എന്നാണ് അവർ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അവർ കച്ചവടക്കാരാണ്, വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ അവളെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. പിന്നെ കടിഞ്ഞൂലാവുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ മുട്ടനാടും ഹൈറ്റൊക്കെയുള്ള മുട്ടനാടുകളെ കൊണ്ടൊന്നും ക്രോസ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവർ നമ്മുടെ മാളു എന്ന് പറഞ്ഞാൽ അവൾ ഒരു സാധാ മലബാറി അത്ര വലിപ്പേ ഉള്ളൂ, ഒരുപാട് ഹൈറ്റും ഇടനീട്ടും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ മുട്ടനാടിനെ വെച്ചിട്ട് തന്നെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. സക്സസ് ആയോ ഇല്ലയോ എന്ന് ഇനി അറിയണമെങ്കിൽ 1 മാസം കഴിയണം, എന്നാലാണ് അറിയുള്ളൂ. ഇപ്പോൾ 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്